നമസ്കാരം. മലയാളത്തെ അടുക്കളയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉച്ചക്കിലേക്ക് ഒരു കുഞ്ഞ് കൂട്ടാൻ. ഇഷ്ടംപോലെ ഇങ്ങനെ മുളകുണ്ടാവും കേട്ടോ. ഇത് എൻ്റെ സ്റ്റുഡൻ്റ് ഉണ്ട് കലയുടെ അമ്മ തന്ന മുളകിൻ്റെ വിത്ത് എടുത്ത് വെച്ചുണ്ടായതാണ് കേട്ടോ. കുറേ ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ. വലിയ എരിവില്ല. അപ്പോൾ ഇതുകൊണ്ട് മുളക് കൊണ്ടൊരു കുഞ്ഞ് കൂട്ടാൻ. ഓൾറെഡി ഇന്നലത്തെ കൂട്ടാനുണ്ട്. അപ്പോൾ പിന്നെ ഒരു ചെറിയ തട്ടിക്കൂട്ട് കൂട്ടാനാണ് കേട്ടോ. മൊത്തം മുളകൊന്നും വേണ്ട നമുക്ക്, എന്നാലും കുറച്ചൊക്കെ പറിച്ച്. എന്താ ഒരു വള്ളിൻ്റെ മുളകില്ലേ? എന്തിൻ്റെ കുമ്പളത്തിൻ്റെ വള്ളി? അല്ല, ഇത് കുമ്പളങ്ങ അല്ല, അത് വേറെന്തോ സാധനമാണല്ലോ. എന്താ ആ പാഷൻ ഫ്രൂട്ടാണ് തോന്നുന്നല്ലേ. അതിന് വള്ളി ഇവിടെ എടുക്കണ്ട. എന്താ അറിയുന്നവർ കമന്റ് ചെയ്യൂ. അതെ, എന്താണെന്നറിയുന്നവർ കമൻറ്റ് ചെയ്യുക. ഇവിടെ തന്നെ ഉണ്ടായതാണ്, അങ്ങനെയല്ലേ പറയുക. ആ സാധനം എന്താണാവോ, എന്താ മനസ്സിലായില്ല. എന്തെങ്കിലും ഓട്ടെ, പഴുത്താൻ നോക്കാം. അപ്പോൾ കണ്ണി കണ്ട കായ പറിച്ചില്ല പേടിയാണ്. എന്താ ഉണ്ടാവുക അറിയില്ല. ഇത് തൊടിയിൽ വേറെ അപ്പുറത്ത് 2 മുളക് തൈ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുളകാണ് ഇത്. എനിക്ക് തോന്നുന്നു എന്താ പറയുക, കാശ്മീരി മുളകിൻ്റെ പിരിയമുളക് അതാണ് തോന്നുന്നു. എരിവ് തീരെ കമ്മിയാണ്. കഴിഞ്ഞു അല്ലേ? അവനെയാണ്. മുളക് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ എന്താ വില അറിയോ? ഞെട്ടി കൂടി കളയാൻ തോന്നില്ല. അമ്മാതിരി വിലയാണ് മുളകിന്. ഒരു ഇത്ര മുളക് കിട്ടണമെങ്കിൽ ഇങ്ങനെ വില 100 രൂപ ഉണ്ടാവും. ഞാൻ കൊണ്ടാട്ടമുളക് ഉണ്ടാക്കി. ആ മുളക് വാങ്ങിയത് കിലോ 350 രൂപ എടുത്തിട്ടാണ്. മോഹം കൊണ്ട് വാങ്ങിയതാണ്. ഇതുകൊണ്ട് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. ഇപ്പോൾ തോന്നുന്നുണ്ട്. ഇപ്പോൾ നിറയെ ഉണ്ടാവുന്നുണ്ട്. വാങ്ങേണ്ടവർന്നില്ല എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പറഞ്ഞ പോലെ അത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല പണി കേട്ടോ. മയിൽ കൊത്തി മുഴുവനും നശിപ്പിക്കും. പാഷൻ ഫ്രൂട്ടാണെന്ന് തോന്നുന്നില്ല വില വാസനിക്കുമ്പോൾ. അറിയില്ല, എന്ത് ചെടി അത്ര വലിയ പരിചയമില്ലാത്ത കാരണം അതുണ്ടായി നിൽക്കേണ്ടത്. നോക്കാം എന്തായാലും. ഇത് ഓമക്കായ കൊണ്ട് ഉപ്പേരി കേട്ടോ. ചിരകിട്ടേ കറുവത്തിക്കായ, ഓമക്കായ പറയും. ഇത്തിരി വലിയ കഷ്ണമായിട്ട് ഞാൻ നോക്കാം. ചെറുതായോ? ചിലത് 2 കഷ്ണമാക്കാനുള്ളതേ ഉള്ളൂ. ചിലത് സാധാരണ പച്ചമുളക് അരിയുമ്പോൾ ഒരു ഗ്യാസ് ഇങ്ങനെ വരും, ഭയങ്കര എരിവിൻ്റെ. അതൊന്നും ഇല്ല കേട്ടോ. മുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കാണ് ഈ കൂട്ടാൻ ഇഷ്ടമുള്ളൂ. പിന്നെ വേറൊന്നും എന്താ അറിയോ, സാമ്പാറൊന്നും കൂട്ടണ പോലെ അത്ര അങ്ങോട്ട് കൂട്ടാൻ പറ്റില്ല കേട്ടോ. ഒരു ചെറിയൊരു കൂട്ടാൻ, ഒരു സൈഡ് ഡിഷ്. ഇവിടെ ഇന്നലത്തെ കൂട്ടാൻ കുറച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ബാക്കി ഒരു കൂട്ടാനും കൂടി ഉണ്ടാക്കാം എന്നുള്ളതിൽ. തുള്ളി നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് പൊട്ടാനുള്ള നല്ലെണ്ണ കേട്ടോ. അതിൽ തന്നെ മുളക് കൊണ്ട് വഴട്ടാൻ പറ്റും നമുക്ക്. ഒരു 4 മണി ഉലുവ. ആ ഉലുവ മൂത്തു. മുളകിൻ്റെ ഒപ്പം തന്നെ ഉപ്പിടണം. മുളക് അതുകൊണ്ട് ഉപ്പ് ഇത്തിരി മുൻപ് നിന്നോട്ടെ. ഒന്നങ്ങോട്ട് മയം വരാൻ അടച്ചു വയ്ക്കാം.
അതാവുമ്പോഴേക്കും നമുക്കേ എനിക്കുള്ള തൈരൊക്കെ റെഡിയാക്കാം. നമ്മുടെ ഇവിടുത്തെ വീട്ടിലെ തൈര് തന്നെയാണേ, വാങ്ങിയതല്ല. അത്ര മതി. തൈര് ഇട്ടു, ഒരു നുള്ള കായപ്പൊടി, ഒരു ടീസ്പൂണിൻ്റെ പകുതി കേട്ടോ, സ്പൂണൊന്നും എടുത്തിട്ടില്ല, അത്രേ കായപ്പൊടിയുള്ളൂ. നല്ല മയം വന്നു കേട്ടോ. മയം വരലാണ് അതിൽ മൂത്തത്, അങ്ങനെയാണ് മൂത്ത. അതിൻ്റെ ഒരു കളറ് ചെറിയ ചേഞ്ച് വരും, എന്നാലും ഇങ്ങനെ ഞാൻ തൊട്ടങ്ങനെ സോഫ്റ്റ് ആവും. ഇത്തിരി കരുവേപ്പിൻ്റെയും കൂടി ഇട്ടു. നമ്മൾ വറവിടുമ്പോൾ കരുവേപ്പിൻ്റെ ഇട്ടിട്ടില്ലല്ലോ. കരുവേപ്പിൻ്റെ കൊമ്പും വരും പറ്റും. ഇവിടെ പറഞ്ഞോട്ടേ, കരുവേപ്പിൻ്റെ കൊലല്ലോ. കഴിഞ്ഞോട്ടോ, പണി കഴിഞ്ഞേ. ഇനി നമ്മളിത് തൈരിക്കുന്നതാണ്. തൈര് കുറച്ചും കൂടി വേണമെങ്കിൽ ഒഴിക്കാം. ഇതാണ് കറി. എന്നിട്ട് ആ മുളക് ഇങ്ങനെ ഞെരടി തൈരും മുളകും കൂടി ഇങ്ങനെ കൂട്ടും. ഒരു സ്പൂൺ ഇത്രയ്ക്ക് ഒരാൾക്ക് പറ്റുള്ളൂ കേട്ടോ, അതിൽ കൂടുതലൊന്നും കഴിക്കരുത്, മുളകല്ലേ. ഉപ്പ് മുളകിലിട്ടുണ്ട്, നല്ലോണം ഇത്തിരി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഇട്ടാൽ മതി, തൈരിൽ നോക്കിയിട്ട് ഇടാൻ പാടില്ല, നോക്കിയോട്ടെ കേട്ടോ. അല്ല, ഉപ്പ് പാകമാണ്. അപ്പോൾ റെഡിയായി കേട്ടോ, കറി റെഡിയായി. അപ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്ന മുളകാണെങ്കിൽ നല്ല എരിവുണ്ടാവും. എരിവ് കുറഞ്ഞ മുളകും കിട്ടും കേട്ടോ, അത് ഞാൻ ചോദിച്ചു വാങ്ങിയാൽ മതി. ചില നീളം മുളകിനൊക്കെ എരിവ് കുറവോ, അതുകൊണ്ട് ഉണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ നാട്ടിലുള്ളവരാണെങ്കിൽ ഞങ്ങളുടെ ഈ വളാഞ്ചേരി ഭാഗത്തേക്കൊക്കെ വളാഞ്ചേരി മുളക് വെച്ചിട്ടൊരു മുളക് കിട്ടും, അച്ചിപ്പറ മുളക്, വളാഞ്ചേരി മുളക് എന്നൊക്കെ പറയുന്ന കൊണ്ടാട്ട മുളകിൻ്റെ മുളക്. അതിനും എരിവ് കുറവാണ്, അതുകൊണ്ട് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കൂ. ഇതിങ്ങനെയല്ല, എൻ്റെ ഉപ്പ് നിറച്ചിട്ടൊരു റെസിപ്പി ഞാൻ ഇതിന് മുന്നിട്ടിട്ടുണ്ട്. ഇതേമാതിരി ഇതന്നെ പുളി ഒഴിച്ചിട്ടുണ്ടാക്കാം, അങ്ങനെ ഉണ്ടാക്കാം. അത് വേറെ ദിവസം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ശരി, പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.